പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവില്ല. ഹോർമുസിൽ അമേരിക്കൻ പടക്കപ്പൽ ആക്രമിച്ചെന്ന് ഇറാൻ. എന്നാൽ US സെൻട്രൽ കമാൻഡ് ഇത് നിഷേധിച്ചു. കുവൈറ്റ് വിമാനത്താവളത്തിൽ നടന്ന ആക്രമണത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. സമാധാന ചർച്ചയിൽ യാതൊരു പുരോഗതിയുമില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. എന്നാൽ ഈ വാരാന്ത്യത്തോടെ ഒരു കരാർ ഉണ്ടാകുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇതിനിടെ യുദ്ധത്തിനെതിരെ അമേരിക്കൻ ജനപ്രതിനിധി സഭ പ്രമേയം പാസാക്കി. ഇനി സെനറ്റിലും ബില്ല് പാസ്സായാൽ ട്രംപിന് അത് വൻ രാഷ്ട്രീയ തിരിച്ചടിയായി മാറും. അതേസമയം ലെബനനും ഇസ്രായേലിനും ഇടയിൽ വെടിനിർത്തലിന് ധാരണയായി. അജയ് സുധാ ബിജു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അജയ്, ഒരുപാട് സംഭവങ്ങളുണ്ട്. ട്രംപിന് തിരിച്ചടിയുണ്ട്. ലെബനൻ ഇസ്രായേൽ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ധാരണ ഉണ്ടായിട്ടുണ്ട്. അത് തുടരുമോ എന്നൊരു ചോദ്യം നിൽക്കുകയാണ്. പക്ഷേ നമുക്ക് ആദ്യം ട്രംപിലേക്ക് വരാം. കാരണം ട്രംപിന് കിട്ടിയൊരു തിരിച്ചടി ഇനി സെനറ്റിലും കൂടിയ ബില്ല് പാസ്സാവണം, എന്നാലേ ഉള്ളൂ. പക്ഷേ എന്നാൽ പോലും കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അമേരിക്കൻ കോൺഗ്രസ് കൃത്യമായിട്ടൊരു നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഇവർക്ക് ആദ്യം മുതൽ തന്നെ ഈ യുദ്ധം ഏകദേശം ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധമാണ്. 4 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ മുതൽ തന്നെ ജനവികാരവും എതിരാണ്. അത് തന്നെയാണ് ഇവിടെയും പ്രതിഫലിച്ചതെന്ന് കണക്കാക്കാവോ? തീർച്ചയായിട്ടും ഇത് ട്രംപിന് ഒരു രാഷ്ട്രീയ തിരിച്ചടി തന്നെയാണ്. ഈ ബില്ല് പൂർണ്ണമായിട്ടും പാസ്സാകുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ഈ ബില്ല് ഇപ്പോൾ US കോൺഗ്രസിൽ പാസ്സാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഡെമോക്രാറ്റിക് പാർട്ടിയെ സംബന്ധിച്ച് വലിയ തോതിൽ അവർക്കൊരു കരുത്ത് നൽകും. അതുപോലെ റിപ്പബ്ലിക്കൻ പാർട്ടിയെ സംബന്ധിച്ച് ഇതൊരു ക്ഷീണവും കൂടിയാണ്. കാരണം റിപ്പബ്ലിക്കൻ പാർട്ടി നേതൃത്വത്തെ അവഗണിച്ചുകൊണ്ട് 4 റിപ്പബ്ലിക്കൻ മെമ്പേഴ്സ് ഡെമോക്രാറ്റുകളെ പിന്തുണച്ചത് കൊണ്ടാണ് ഈ ബില്ല് പാസ്സായത്. ഈ ബില്ലിൻ്റെ വോട്ടെടുപ്പ് നോക്കുക ാണെങ്കിൽ 208 വോട്ടിന് എതിരെ 215 വോട്ട് കൊണ്ടാണ് ഈ ബില്ല് നിലവിൽ ജനപ്രതിനിധി സഭയിൽ, അതായത് US കോൺഗ്രസിൽ പാസ്സായത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ട്രംപിനെ സംബന്ധിച്ച് വലിയൊരു അടി തന്നെയാണ്. ഈ ബില്ലിന് ഇനി അടുത്ത 2 ഘട്ടങ്ങൾ കൂടി കടക്കാനുണ്ട്. ഇത് പൂർണ്ണമായിട്ടും ഈ ബില്ല് പാസ്സായി ഇറാനുമായിട്ടുള്ള US സംഘർഷം അവസാനിക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും നമുക്ക് അധികം വെച്ച് പുലർത്താൻ സാധിക്കില്ല. കാരണം ഈ ബില്ല് ഇനി അടുത്ത സെനറ്റിലേക്കാണ് പോകുന്നത്. സെനറ്റിൽ വലിയൊരു ഭൂരിപക്ഷം തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളാണുള്ളത്. ഇനി സെനറ്റിലും ഈ ബില്ല് പാസ്സായെന്ന് തന്നെ ഇരിക്കട്ടെ, ഇനി അടുത്ത പ്രസിഡന്റിന് വേണമെങ്കിൽ തൻ്റെ വീറ്റോ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ ബില്ലിനെ പൂർണ്ണമായിട്ടും തടയാനാകും. അപ്പോൾ പ്രസിഡന്റിന് അങ്ങനെ ഒരു അധികാരം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ സെനറ്റിൽ ഇതിന് സമാനമായിട്ട് ഈ ട്രംപിൻ്റെ വാർ പവേഴ്സിനെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മെയ്യിൽ ഒരു ബില്ല് സമാനമായിട്ടുള്ള രീതിയിൽ വന്നിരുന്നു. പക്ഷേ സെനറ്റിൽ അത് പരാജയപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ US കോൺഗ്രസിലാണെങ്കിലും 4 തവണ സമാനമായിട്ടുള്ള രീതിയിൽ ബില്ല് പാസ്സാക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇപ്പോൾ അത് വിജയിച്ചിട്ടുണ്ട്. ഇനി അടുത്ത സെനറ്റിന്റെ പരിഗണനയിൽ പോയി സെനറ്റിൽ പാസ്സാകണം. അതിനുശേഷമാണ് ഇതൊരു നിയമമായി വരിക. എന്നാൽ അതിനിടയ്ക്ക് വേണമെങ്കിൽ ട്രംപിന് വീറ്റോ അധികാരം പ്രയോഗിക്കാം. പക്ഷേ അതിൻ്റെ സാധ്യത അധികം കാണുന്നില്ല. കാരണം ഇനി അടുത്ത നവംബറോട് അടുപ്പിച്ച് അമേരിക്കയിൽ ഈ മിഡ് ടേം എലക്ഷൻസ് വരികയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും റിപ്പബ്ലിക്കൻ പാർട്ടിയെ സംബന്ധിച്ച് ഒരിക്കലും നിസ്സാരമായി കാണാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപിന് സ്വയം വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ റെസൊല്യൂഷൻ അങ്ങനെ പിൻവലിപ്പിക്കാൻ സാധ്യതയില്ല. ട്രംപിന് എത്രയും വേഗം ഈ സംഘർഷം അവസാനിപ്പിച്ചുകൊണ്ട് തൻ്റെ പഴയ ജനപ്രീതി തിരിച്ചു പിടിക്കുക, അത് തന്നെയാണ് ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ ചർച്ച വളരെ സുഗമമായി തന്നെ നടക്കുന്നു. ഏത് നിമിഷം വേണമെങ്കിലും ഒരു കരാറിലേക്ക് എത്തിച്ചേരാം എന്നെല്ലാം ട്രംപ് ഇപ്പോൾ ആവർത്തിച്ച് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം വൈറ്റ് ഹൗസിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണെങ്കിലും ട്രംപ് പ്രതികരിച്ചത് ഇപ്പോൾ ചർച്ചകൾ വളരെ സുഗമമായി തന്നെ നടക്കുന്നു, എല്ലാ ദിവസവും ചർച്ചകൾ നടക്കുന്നുണ്ട്, ഈ വാരാന്ത്യത്തോടെയെങ്കിലും ഒരു കരാറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി പറയുന്നത് US-ഉമായിട്ടുള്ള ചർച്ചയിൽ യാതൊരുവിധ പുരോഗതിയും ഇല്ല എന്നുള്ളതാണ്. US-ന് തങ്ങൾക്ക് നേരെ ഉപരോധങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ യുദ്ധം നടത്തിക്കൊണ്ടും തങ്ങൾക്ക് നേരെ വിജയിക്കാനാകാത്തത് ഇനി എന്ത് തരത്തിലുള്ള നീക്കം നടത്തിയാലും അവർക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്നും അബ്ബാസ് അരക്ചി പറഞ്ഞു വെക്കും. അല്ല അജയ്, ഇത് തന്നെയാണല്ലോ പ്രശ്നം. അമേരിക്ക ഒന്ന് പറയും, ഇറാൻ ഒന്ന് പറയും എന്നുള്ള രീതിയിൽ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് കുറേ അധികം നാളുകളായല്ലോ. ഇപ്പം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ പോലും ഒരു സംഘർഷത്തിന് ഒരു അയവുമില്ല. ഇപ്പോൾ ഹോർമുസിൽ തന്നെ അമേരിക്കൻ പടക്കപ്പൽ ആക്രമിച്ചെന്ന് ഇറാൻ പറയുന്നു, US പറയുന്നു അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുമ്പോഴേക്കും ഇത് കൂടുതൽ വഷളാവുക എന്നുള്ളതല്ലാതെ ഇത് കുറയാനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ കുവൈറ്റിന് നേരെ നടന്നിട്ടുള്ള ആക്രമണം അത് ഇറാനെ സംബന്ധിച്ച് അവർക്ക് അവരെ ഒന്ന് വെട്ടിലാക്കിയ കാര്യം തന്നെയാണ്. കാരണം GCC രാജ്യങ്ങൾ ഒന്നാകെ കഴിഞ്ഞ ദിവസം ഇറാന് നേരെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ബഹ്റൈനും കുവൈറ്റും വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ തന്നെ അതിനെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. കുവൈറ്റ് വിമാനത്താവളത്തിൽ പരിക്കേറ്റവരുടെയും കൊല്ലപ്പെട്ടവരുടെയും എണ്ണം കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഏതാണ്ട് 60ഓളം പേർക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരം. ഇതിൽ 12 ഇന്ത്യക്കാരുണ്ടെന്നും വിവരമുണ്ട്.
മലയാളികളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഇന്ത്യക്കാരനാണ് കൊല്ലപ്പെട്ടത്, മധ്യപ്രദേശ് സ്വദേശിയാണ്. ഇപ്പോൾ കൂടുതൽ പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. അവരുടെയൊക്കെ ആരോഗ്യനിലയെ സംബന്ധിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ബഹ്റൈനിലും ആക്രമണം നടന്നെങ്കിലും അവിടെ ആർക്കും പരിക്കേറ്റിട്ടില്ല, മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ, അതും ആ വിമാനത്താവളം പ്രവർത്തിക്കുന്ന സമയത്ത് നടന്നിട്ടുള്ള ഈ ആക്രമണം, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നടന്ന ഈ ആക്രമണം അത് GCC രാജ്യങ്ങളെ മൊത്തത്തിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് ഒന്ന് കൈ കഴുകി ഒഴിയാനുള്ള ഒരു ശ്രമമാണ് ഇറാൻ നിലവിൽ നടത്തുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇറാന്റെ ഔദ്യോഗിക സൈന്യ വിഭാഗമായിട്ടുള്ള IRGC ആണെങ്കിലും അതുപോലെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയാണെങ്കിലും ഈ ആക്രമണത്തെ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ IRGC അവകാശപ്പെടുന്നത് അമേരിക്കയുടെ തന്നെ മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിന്റെ തകരാർ കൊണ്ടാണ് ഈ ആക്രമണം സംഭവിച്ചത്, അല്ലാതെ ഇറാൻ കുവൈറ്റിന് നേരെ ഒരാക്രമണവും നടത്തിയിട്ടില്ല എന്നാണ് IRGC പറയുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി പറയുന്നത് ഗൾഫ് നാടുകൾക്ക് നേരെ ഇറാൻ ഒരിക്കലും ആക്രമണം നടത്തിയിട്ടില്ല, അമേരിക്കൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കുക മാത്രമാണ് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ഇനി മുന്നോട്ട് തുടരുകയും ചെയ്യും എന്നും അബ്ബാസ് അറക്ചി പറയുന്നുണ്ട്. അപ്പോൾ ഈ ആക്രമണത്തിൽ നിന്ന് പതിയെ ഒന്ന് ഊരിപ്പോകാനുള്ള ശ്രമവും ഇറാൻ ഇതിനിടയിൽ നടത്തുന്നുണ്ട്. അതിനിടെയാണ് ഹരി പറഞ്ഞ മറ്റൊരു കാര്യം, ഈ ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോഴും സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ എല്ലാവിധ സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഒരു അമേരിക്കൻ പടക്കപ്പൽ ആക്രമിച്ചു എന്നുള്ള അവകാശവാദവുമായി IRGC നിലവിൽ രംഗത്ത് വന്നിട്ടുണ്ട്. തങ്ങളുടെ ഒരു എണ്ണക്കപ്പലിന് നേരെ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിന് മറുപടിയായിട്ടാണ് ഈ ആക്രമണം. ഇതിലൂടെ മേഖലയിലുള്ള അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കുകയും തങ്ങളുടെ ലക്ഷ്യമാണ് എന്നും IRGC പറഞ്ഞു വയ്ക്കുന്നു. ഈ ഒമാൻ ഉൾക്കടലിലൂടെ ഇറാന്റെ തീരത്തേക്ക് അടുക്കാൻ ശ്രമിച്ച ഒരു പടക്കപ്പലിന് നേരെയായിരുന്നു ആക്രമണമെന്നും ഇറാൻ നിലവിൽ പറയുന്നുണ്ട്. എന്നാൽ US-ന്റെ സെൻട്രൽ കമാൻഡ് പറയുന്നത് ഇത്തരമൊരു ആക്രമണം നടന്നിട്ടില്ല, ഇത് വ്യാജ വാർത്തയാണെന്ന് ഈ US സെൻട്രൽ കമാൻഡും തിരിച്ചടിക്കുന്നുണ്ട്. ഇതിനിടെ കുറച്ചെങ്കിലും ശുഭകരമായിട്ടുള്ള ഒരു വാർത്ത നമുക്ക് ലഭിക്കുന്നത്, ഇപ്പോൾ ലെബനനും അതുപോലെ ഇസ്രായേലും തമ്മിൽ നടന്ന US-ൽ വെച്ച് നടന്ന ചർച്ചയിൽ പുരോഗതിയുണ്ട്. ഇരുവരും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറിലെത്തിയിട്ടുണ്ട്. ഇതിനിടെ ഈ ഹിസ്ബുള്ള സേനയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇതിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെ മേഖലയിൽ നിന്ന് അവരുടെ പ്രവർത്തനങ്ങളും കൂടി തടയാനായാൽ പൂർണ്ണമായിട്ടും ഇത് വിജയിച്ചെന്ന് പറയാനാകും. നിലവിൽ ഇസ്രായേലും മറുത്തൊരു എതിർപ്പ് പറഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നിമിഷം വരെ. ശരി, അജയ് സുധാ ബിജു ആണ് വിശദാംശങ്ങൾ നൽകിയത്.